PSC based questions Standard 9 Chapter 4 Periodic Table. 1. പീരിയോഡിക് ടേബിളിലെ 10ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം ഉത്കൃഷ്ട വാതകങ്ങൾ. 2. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം ഏതാണ്? ഉത്തരം റഡോൺ. പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം സംക്രമണ മൂലകങ്ങൾ. 4. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ഏതാണ്? ഉത്തരം സംക്രമണ മൂലകങ്ങൾ. 5. 6ാം പീരീഡിൽ ഉൾപ്പെടുന്ന ലാന്തനം മുതൽ ലുട്ടേഷ്യം വരെയുള്ള അന്തഃസംക്രമണ മൂലകങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം ലാന്തനോയിഡുകൾ. 7. 7ാം പീരീഡിൽ ഉൾപ്പെടുന്ന ആക്ടിനിയം മുതൽ ലൊറേൻഷ്യം വരെയുള്ള അന്തഃസംക്രമണ മൂലകങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം ആക്ടിനോയിഡുകൾ. 8. ലാന്തനോയിഡുകൾക്ക് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഉത്തരം റെയർ എർത്ത്സ്. 9. പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിൻ്റെ വലിപ്പത്തിന് എന്ത് സംഭവിക്കുന്നു? ഉത്തരം ആറ്റത്തിൻ്റെ വലിപ്പം വർദ്ധിച്ചു വരുന്നു. 10. ആറ്റത്തിൻ്റെ വലിപ്പം പ്രസ്താവിക്കുന്നതിന് പറയുന്ന രീതി ഏതാണ്? ഉത്തരം അറ്റോമിക ആരം. 11. ചാർജുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം അയോണുകൾ. 12. ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അയോണുകൾക്ക് കിട്ടുന്ന ചാർജ് ഏതാണ്? ഉത്തരം പോസിറ്റീവ്. 13. വാതക അവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം അയോണീകരണ ഊർജം. 14. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജത്തിന് എന്ത് സംഭവിക്കുന്നു? ഉത്തരം അയോണീകരണ ഊർജം കുറയുന്നു.